സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ലാതെ ചികിത്സയിൽ താളം തെറ്റുകയാണ്. പുതിയ തസ്തികകൾ അനുവദിക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് വിമർശനം. അധിക ജോലി ഭാരവും സ്ഥലം മാറ്റവുമുള്ള ഡോക്ടർമാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ പലയിടങ്ങളിലും ഡോക്ടർമാരില്ലാത്ത സാഹചര്യമാണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ പല ആശുപത്രികളിലും ചികിത്സ ഉറപ്പാക്കാൻ മതിയായ ഡോക്ടർമാരുമില്ല. കാസർഗോഡ്, ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലായി 180 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഉള്ളത്. എന്നാൽ ഇത്രയും തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ധനവകുപ്പ്. തുടർന്ന് അടിയന്തരമായി 101 ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതും ധനവകുപ്പ് നിരാകരിക്കുകയായിരുന്നു. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലേക്ക് 30 തസ്തികകൾ അനുവദിക്കാമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. എന്നാൽ ഇത് പരിമിതമാണെന്ന ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. ഇടുക്കിയിലും കോന്നിയിലും ഇപ്പോൾ അധികമായി ഒരു നിയമനവും സാധ്യമല്ലെന്ന നിലപാടിലാണ് ധനവകുപ്പ്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 34 ഡോക്ടർമാരെ കോന്നിയിലേക്കും മാറ്റാമെന്ന നിർദ്ദേശവും ധനവകുപ്പ് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇതേ ചൊല്ലി മന്ത്രിസഭായോഗത്തിൽ വകുപ്പ് തല മന്ത്രിമാർ പരസ്പരം പഴിചാരുന്ന സാഹചര്യവും ഉണ്ടായി. തിരക്കേറിയ തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാരെ മാറ്റിയാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ധനവകുപ്പിന്റെ നിലപാടിനെതിരെ ഡോക്ടർമാരുടെ സംഘടനകൾ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരം നടത്തിയിട്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.